Hi friends, welcome back to the Yas Tasty Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോളിഫ്ലവർ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്. ഇത് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പോലെയുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കോളിഫ്ലവർ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നമുക്കിനി കഴുകിയെടുക്കണം. ആദ്യം നമ്മൾ തിളച്ച വെള്ളത്തിലാണിത് കഴുകിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ കോളിഫ്ലവറിൽ കീടനാശിനികളൊക്കെ ചേർത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതിൽ ചെറിയ പുഴുക്കളും ഒക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് വെക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് വീണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇത് ഈ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിൽ 1-2 തവണ നന്നായിട്ട് കഴുകിയെടുക്കണം. ഈ കോളിഫ്ലവർ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ ഇത് വെള്ളത്തിലിട്ടതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് വെള്ളത്തിൽ നിന്ന് കോരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാവിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ചേർക്കുന്നത് റവയാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ റവയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ നമ്മൾ റവയും അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എരിവിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു റെഡ് കളർ ആയിരിക്കും. എന്നാൽ കുറച്ചും കൂടി നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒരല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോളിഫ്ലവർ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിൽ ഞാൻ വെള്ളം ഒട്ടും ചേർക്കാതെയാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് ആദ്യമേ ഒന്നും വെള്ളം ചേർക്കാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. കോളിഫ്ലവറിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാഞ്ഞത്. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളം ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. 1-2 തവണ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാനിതിലേക്ക് വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഓരോന്നായിട്ട് ചൂടായി നിൽക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഓരോന്നായിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഒന്നിച്ച് എല്ലാം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓരോന്നായിട്ട് ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോഴേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സൈഡും കൂടി ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോഴേക്ക് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് 2 സൈഡും നന്നായി ഫ്രൈ ആയി വന്നതിന് ശേഷം വേണം എണ്ണയിൽ നിന്നും കോരി മാറ്റാൻ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റുകയാണ്.
ഇപ്പം ഞാൻ ഫസ്റ്റ് ബാച്ച് കോളിഫ്ലവർ ഫ്രൈ ചെയ്തത് മുഴുവനും എണ്ണയിൽ നിന്നും കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം കോളിഫ്ലവർ ഇട്ട് കൊടുക്കാൻ. പിന്നെ കോളിഫ്ലവർ ഇതുപോലെ ഓരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അതല്ലാതെ ഒന്നിച്ചിട്ട് കൊടുക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ബാച്ചും ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോഴേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതിൽ നമ്മൾ അരിപ്പൊടിയും അതുപോലെ റവയും ഒക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഇനി ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ചൂടായി നിൽക്കുന്ന എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പോലെയുള്ള നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. താങ്ക്